എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ബോസിനോട് എന്ത് ചെല്ലിട്ട് വന്ന് ഞങ്ങക്ക് ഡ്രൈവ് ആക്കാണ്ട് ഫസ്റ്റ് ബോസിക്ക് വിളിച്ചിരാ ഞാന് മെയിൻ ബോസ് അല്ല മാനേജർക്ക് ആ ബോസ് അല്ലേ പോണ്ട എന്ത് തമാശ അങ്ങനെ ഷോപ്പ് വന്നാക്കിട്ട് പോന്ന. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹസി ബ്ലോഗ്സ്. ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ വിഷമമുണ്ട് സന്തോഷമുണ്ട്. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ആ വിഷമത്തിലൂടെ പോയാൽ പിന്നെ അതൊരു സന്തോഷത്തിലേക്ക് എത്തും എന്നുള്ള ആ ഒരു ഹോപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഇതുപോലെ എന്താ വെച്ചാൽ എൻ്റെ ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു കൂട്ടുകാരന് ഡിഗ്രി ഫസ്റ്റ് ഇയർ, അതായത് 2020 ഐ തിങ്ക് 2020 ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു കൂട്ടുകാരൻ ഇന്നേക്ക് 5ാം വർഷമായി, 2025. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഓന് ഗൾഫിലോട്ട് പോവാണ്. ഇത്രത്തോളം ഈ ഒരു 5 വർഷം ഒന്നിച്ചെന്നെ എന്തൊരു പരിപാടിക്കായാലും ഇപ്പോൾ എങ്ങോട്ട് പോകുന്നാലും നാട്ടിൽ നിന്ന് വിളിക്കുന്നതിനേക്കാളധികം ഇവിടെ ഓനും കൂട്ടിക്കൊണ്ട് പോലാണ് പതിവ്. ഓനും ഇവിടുത്തെ വേറെ 2-3 ആൾക്കാരായിട്ടാണ് ഞാൻ പോലെ പതിവ്. അപ്പോൾ ഓന് പോകുന്നത് പറഞ്ഞിട്ടാകുമ്പോൾ മനസ്സിലേക്ക് ഭയങ്കര ബേജാറുണ്ടായി. പിന്നെ ബേജാറാക്കിയിട്ട് പോകണില്ല, ലൈഫ് സെറ്റിലാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചെല്ലിയത്. ആ ബേജാറിലൊരു സന്തോഷം ഉണ്ടെന്ന്, കാരണം ഓനൊരു നല്ല നിലക്ക് എത്തും, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ ഓനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് വന്നത്. ഓൻ്റെ പെട്ടി കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൻ്റെ എന്തോ ടിക്കറ്റ് എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്നുണ്ടല്ലോ, MM ട്രാവൽസ് കാണുന്നുണ്ടോ അറിയില്ല. അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഓനിപ്പോൾ വരും. ഇത് ഫുള്ളി റെഡി ആക്കിയല്ലേ തമ്മിയ? നിന്റെ ഒന്നിച്ചുള്ള അവസാനത്തെ ചായ കുടിക്കലല്ല, ഇന്ന് ജ്യൂസിലാക്കി. തമ്മിമിനൊക്കത്തുള്ള അവസാനത്തെ ജ്യൂസ് കുടിയെന്നാണ് പറയാം. ഓരോരുത്തർ വരുന്നുണ്ട്, ഓരോ വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത്. എനിവേ എല്ലാവരും ഒന്ന് എത്തിക്കോട്ടുന്നു. എല്ലാവരോടും ബായ് പറഞ്ഞുകൊണ്ടുണ്ടോ? എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ബോസിനോട് എന്തിട്ട് വന്ന് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ബോസിനോട് എന്ത് ചെല്ലിട്ട് വന്ന് ഞങ്ങക്ക് ഡ്രൈവ് ആക്കാണ്ട് ഫസ്റ്റ് ബോസിക്ക് വിളിച്ചിരാ ഞാന് മെയിൻ ബോസ് അല്ല മാനേജർക്ക് ആ ബോസ് അല്ലേ പോണ്ട എന്ത് തമാശ അങ്ങനെ ഷോപ്പ് വന്നാക്കിട്ട് പോന്ന. ഞാൻ എന്താക്കി കുറച്ച് ചൂട്ടിലെ കട്ടാക്കിട്ട് 1 മിനിറ്റ് മുട്ട മെയിൻ ബോസിക്ക് വിളിച്ചതാ. മെയിൻ ബോസിന് വിളിച്ചത് പേര് മെയിൻ ബോസിക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങക്ക് പോവാണ്ട്. അപ്പൊ മെയിൻ ബോസ് അല്ലേ നീ ബന്ധാക്കിട്ട് പോന്നു തമാശ. നീ ഷട്ടർ വന്നാക്കി നേരെ വന്ന് എന്തിച്ചാ ഓൻ പോന്നെ. ഓൻ പോകുന്ന നിനക്ക് ബേജാറുണ്ടോ? ബേജാറില്ലാണ്ട് പിന്നെ വണ്ടി ഡ്രൈവ് അത് കാണുന്നു, കാർ ഡ്രൈവ് ആക്കാറില്ല. കമ്പി പറഞ്ഞിട്ട് കമ്പി വെച്ചിട്ടുണ്ട്. നീ അത് എടുത്ത് കാട്ടിക്കണു. കമ്പി എടുക്കണം. തമ്മി പോന്ന ഗൈസ്, നമ്മള് വിട്ടിട്ട് തമ്മി പോന്നു. ഇത് സായില് പേടി കഴിഞ്ഞില്ല. ഇതാ നോക്ക് പിരിക്കുന്ന നോക്ക്. ഇത് ജാബു, ഇത് ഞാൻ പോയിരുന്ന വിടുന്നില്ല അങ്ങനെന്തോ. ഇത് നമ്മളെ ബ്ലോഗർ അസീബ്. ഹലോ ഗൈസ്, ബ്ലോഗർ അസീബ തമ്മി പോന്ന്. അപ്പോ ഒരു തമ്മിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക്. ഓൾറെഡി 2 മിനിറ്റിന്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇൻട്രോക്ക് പറഞ്ഞിന്. അതൊന്നും സാരില്ല, തമ്മീമിനെ കൊണ്ട് മാത്രം ഞാൻ പറയുന്നത്. പണ്ട് നിന്നെ ഒക്കത്തുള്ള എന്റെ ചങ്ങ ഞങ്ങക്ക് ഡിഗ്രിന്ന് കിട്ടിയത്. ഓൻ പോകുന്നതിൽ നല്ല ബേജാറുണ്ട്. ഓന് പോകുന്നതിന് നല്ല ബേജാറുണ്ട്. പിന്നെ ഓന്റെ ലൈഫ് നമുക്ക് പോവാതെ വേറെ ഓപ്ഷൻ ഇല്ല. വേറെന്താ ചെല്ലാം നല്ലതായിട്ട് പറഞ്ഞിട്ട്. നീ പോന്നില്ലേ? അല്ല, എനിക്ക് വേറെ എന്തെല്ലോ കുറെ ഡ്രീം ഉണ്ട്, അതെല്ലാം റെഡി ആവുന്നുണ്ടാവും. 2-3 ലവ് ഉണ്ട്. അതെല്ലാം ഇരിക്കട്ടെ. മൊബൈൽ അത് അറിഞ്ഞു പോയി പോന്നെന്ന് അതെനിക്കറിയുന്നില്ല. സംഭവം എന്താ ചെയ്യില്ല, നമുക്ക് ക്യാമറയിൽ വരാൻ ഭയങ്കര മടി. അവന്റെ പെണ്ണ് ചെല്ലിനാലോ ക്യാമറയിൽ എന്ത് പോവാൻ കഴിയില്ല. അങ്ങനല്ല ശരിയാണ് സംഭവം. അതെ കൊണ്ടോ വരുന്നില്ല. നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാം. വണ്ടി റെഡി ഉണ്ടോ? സാധനം റെഡി ഉണ്ട്. പോവാലോ.
ഷൈലു വിടാം. ഓക്കെ തമീമിനെ കൊണ്ടാക്കാൻ 100 ആളുണ്ട്. കുത്തുന്നൊന്നുമില്ല. നമുക്ക് പോലെ ഹലോ ഗൈസ്, തമ്മി പോവുകയാണ് ഗൈസ്. ഭയങ്കര ബേജാറുണ്ട്. എന്റെ കണ്ണെല്ലാം നോക്കിയത് ചോന്നിട്ട് കരച്ചിൽ വന്നിട്ട്. ഇത് മച്ചു കുണ്ണപ്പാടി ഗൈസ്. പെദ്ద നായിന്റെ പന മുണ്ടാതി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. എന്തിനാ നിനക്ക് ബേജാറില്ലടാ? ചെറുപ്പത്തിൽ കരച്ചിലടക്കിരി പിടിച്ചിട്ടുള്ള ചെക്കനിതാ ഭയങ്കര ബേജാറില്ലേതാ? എനിക്കൊരു ബൈക്ക് ടേസ്റ്റ് കിട്ടുന്നില്ലേ? ഡ്രൈവർ അസീബ് വ്ലോഗ് എടുക്കാൻ സമയമില്ല. എന്താക്കുന്നത് കുറച്ച് കരയി പോളാ ആക്ടിങ് നോക്കാൻ അറിയില്ല. ആക്ടിങ് ആക്കറാ കുറച്ച് കരയി കുറച്ച് നീ തുപ്പലാക്കണം. തമീമ് കരുതലില്ലേ? പിന്നെ എന്റെ ചങ്ങായിമാരെല്ലാം പോയി. മിഥിലാജിന്റെ ഭാഗം എന്ത് കാണിച്ചു? പൊന്തിച്ച മൊത്തത്തിൽ പൊന്തിച്ച. പൈസ പോട്ട് പവർ പറ്റില്ലേ? ഒരു ലക്ഷ്യം കൊടുത്താ സാലറി കിട്ടിയിട്ടാ തമീമ് ലക്ഷ്യം എടുത്താ. കുടിച്ചോ കുടിച്ചോ. നല്ല പേടാ നന്ദിന്റെ പേടയാ? മൂന്നുണ്ടോ? എത്ര അധികം മീനൊന്ന് പൊക്ക് 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 പിയം പിയം പിയോ പുടി ഞാൻ ഡിക്കി വന്നാക്കാ. എന്തെടുത്ത് എടുത്ത് എടുത്ത് മിഥിലാജ 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 ആ പെട്ടി പിടി. അതിനോ ട്രോളി കൊണ്ടുവന്ന പോളാ ഞാൻ ട്രോളിയിൽ തരുന്നവാ. കൂട്ടുകാരന് പോകുന്നതിന് വേണ്ടിട്ട് ജാബു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ എന്നിട്ട് ജാബു ഡിക്കീസ് ചങ്ങായിക്ക് വേണ്ടിട്ട് പുറത്തുനിന്ന് ചങ്ങായിക്ക് വേണ്ടിട്ട് എന്ത് ത്യാഗം ചെയ്യാനും ജാബ് റെഡിയുണ്ട് ഗൈസ്. എസ്കലേറ്റർ കഴിഞ്ഞു. ഞാൻ എടുത്തരാം വെച്ചോ. ഒരു 9 മണിയാട്ട് നിങ്ങളെ പോണ്ടോ?
വെച്ചോ അപ്പൊ അത് ഇപ്പളെ കുഞ്ചിലിട്ടോ ഇപ്പളെ കുഞ്ചിൽ വെച്ചത് ഫ്ലൈറ്റിൽ എത്തിച്ചു വരാം സീറ്റില് ഇതിനെതിരാക്ക് ഈ സാധനത്തിന് ഇപ്പഴേ കേറിയ നീ തായി അപ്പൊ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ ഉള്ളിലേക്ക് വരാൻ കാലം ആർക്കല്ല ഈട് നിന്നിട്ട് ഫോട്ടോ എടുക്കാം കൂട്ടിലിട്ട പോലെ ഇട്ടിട്ടുണ്ട് കൂട്ടിലിട്ട പോലെ ഇട്ടിട്ട് എല്ലാരും എന്ത് പുതിയ റൂൾസ് അവിടെ നോക്കുന്ന ആൾക്കാരെ വെച്ചിനെ എന്ത് ഇത് ജയിലിട്ടാ പുതിയ റൂൾസ് എന്ത് പോയത് രണ്ടാൾ ബാക്കിയാണ് ഇല്ല ഞാൻ വിട്ടത് ഫോട്ടോ എടുക്കണ്ടേ ബാഗ് കൊടുക്കില്ല വീട്ടിൽ നല്ല നീ മുണ്ടാതെ ഗൈസ് അപ്പൊ തമീമ് പോവാണ് ബേജാറൊന്നുമില്ലല്ലേ പോകുമ്പോ അവസാനം പറയണ്ട പോകുമ്പോ അവസാനം പറയണ്ട ഇല്ല ഇല്ല എന്തില്ല കരയോ നീ വീട്ടിൽ മുണ്ടാതെ ലഗേജിന്റെ കൂടെ പോകും ഉള്ളിൽ എന്താക്കുന്നില്ല അറിയല്ലോ പേടിയൊന്നുമില്ലല്ലേ കരയുന്നില്ലല്ലേ ഇല്ലടാ എന്ത് പണിയൊന്നുമില്ല ഇത് നീ ഇപ്പൊ ഇടണ്ട ഇത് അങ്ങനെ ഒന്നും പോലെ ഫോട്ടോ എടുക്കാറ് എടുക്കാം വിട്ടോ ഓക്കെ കാറ്റില്ലറാ പിടിക്കും ഇങ്ങനെ ഇടാ പോർക്ക് രണ്ടാൾക്ക് പേര് അങ്ങനെ ബാക്കി നീല കയറിക്കോ നേരെ നോക്കിട്ട് പോ ബൈ ബൈ അങ്ങനെ തമീമ് പോയി ഉള്ളേ കയറിയതാ നമുക്കൊന്ന് ഉള്ളേ കയറാൻ കഴിഞ്ഞിട്ട് പാവം എന്ത് തമീം പോയാലും ബേജാറുണ്ടോ പോയി ഞാൻ കരഞ്ഞിട്ടെന്തില്ല ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നതിന് കൂട്ടുകാരന് പോയിട്ടാകുമ്പോ കരയുന്ന മിഥിലാച്ചതാ ഇങ്ങോട്ട് വാ നിങ്ങൾക്കും പോന്ന കാണാൻ കഴിഞ്ഞിട്ട് ബേജാറുണ്ടോ കാണാൻ കഴിഞ്ഞ പോയിട്ട് നന്നായിട്ട് പെരുത്ത് സാറില്ല പോട്ടെ റെഡിയാക്കി ഇനി ബേക്കൂർന്നൊക്കെ പറഞ്ഞു നീ സുഭാഷ് നഗറിന് വേണമെങ്കിൽ പാടുവാണെങ്കിൽ ഞാൻ പേര് എടുക്കെടുക്ക് ഫാദിനെ വിളിച്ചു ഇപ്പൊ വിളിച്ചു ഫാദ് വരും നോക്കട്ടെ എന്താ അണ്ടി നീ എന്തിനു കയറിയുന്നേ അതിലാണ്ട് ഫുള്ള് കാണുന്നില്ലടാ ഫുള്ള് കാണുന്നില്ല നിനക്കാണ് അവിടെ ബാക്കിലും കാണുന്നറാ കരിഞ്ഞിടാ തമീമ് പോയി നമുക്ക് പുറത്ത് വെയിറ്റ് ആക്കാം ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ഞാൻ പോയിട്ട് ഇതല്ലടാ നീ കരീപിക്കാനായി ലാസ്റ്റ് പറഞ്ഞിട്ടോ സംഗീതമില്ല നീ എന്താ ഒരു എസ്കലേറ്റർ കാണാത്ത പോലെ ആക്കുന്നേ അതിലേക്ക് ഇഞ്ഞിട്ടിയിലേക്ക് കയറുന്നേ പോലെ ഇത് കാണാത്ത പോലെ മൂക്കിന്റെ ഉള്ളൊക്കെ ഇടുന്നാണ് ഉണ്ടല്ലോ ചങ്ങി പോനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓൻ ഉള്ളിലേക്ക് എത്തിയിട്ട് ഓൻ്റെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇടുന്ന ഇറങ്ങും വെയിറ്റ് ആൻഡ് സീ ഓക്കെ ഗൈസ് അങ്ങനെ തമീമ് പോയി 9:30 ഫ്ലൈറ്റ് സമയം കഴിഞ്ഞ് 9:45 പോകുമ്പോയി കയറി പക്ഷേ പറന്നു പോയി
അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ തിരിച്ച് ഫുഡ് കഴിക്കാൻ വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന് എന്ത് കവറിലല്ലേ വരുന്നില്ല. മിക്രൂബായി അങ്ങനെ നമ്മള് ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഷവർമ ഉണ്ട്? ഷവർമ ഓർഡർ ആക്കി നിങ്ങൾക്ക് ഷവർമ? ഏത് ഷവർമ? മസാല ഷവർമ, ടിക്ക ഷവർമ, ഏതോ? ഷവർമ ഓൺലി ചിക്കൻ പ്ലേറ്റ്. ചിക്കൻ പ്ലേറ്റ്. ഷായിൽ എന്താണ്? ഷായിൽ മധുരം ഒന്നും അറിയുന്നില്ല. കാറിൽ വെച്ച് ഞാൻ കഴിച്ചപ്പോ ബാക്കിയുള്ള ബ്ലോഗ് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ബ്ലോഗ്